മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ അവിടെ എത്തണമെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം വേണമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാകാം കൃഷ്ണന്റെ കളഭാഭിഷേകം കാണാൻ എനിക്ക് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിലെ ശ്രീകൃഷ്ണന്റെ 12 കളഭ മഹോത്സവം നടക്കുകയാണ്. നോക്കി, ഈ കൃഷ്ണ വിഗ്രഹമൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. ഈ അമ്പലം പണിതയിൽ ഒരു ഐതിഹ്യമുണ്ട്. എന്താണെന്നോ, പണ്ട് ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് എവിടെ നിന്നോ ഒരു ഓടക്കുഴൽ നാദം രാജാവ് കേൾക്കുകയും ചുറ്റും നോക്കിയിട്ടൊന്നും തന്നെ കണ്ടതില്ല. സ്വാമിയാര് രാജാവിനെ അറിയിച്ചു, അത് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നാദമാണ്, ഇവിടെ ഒരു കൃഷ്ണക്ഷേത്രം പണിയണമെന്നും. അങ്ങനെയാണത്രേ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പണിതത്. പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം അമ്പലക്കുളത്തിൽ നിന്ന് ലഭിക്കുകയും അതാണത്രേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഗുരുവായൂരപ്പനും കൃഷ്ണനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം. ബൈ.